എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇളനീർ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇളനീർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കാമ്പും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളനീർ കാമ്പ് ഒന്ന് അരിഞ്ഞ് മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ഇളനീർ വെള്ളവും കൂടി ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇളനീർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഇളനീർ വെള്ളത്തിലേക്ക് 1 സ്പൂണ് ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് ഇളനീർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ലപോലെ അത് അലിഞ്ഞ് ചൂടായി കിട്ടിയാൽ മതി. ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ ഒന്ന് ഇളക്കി അലിയിക്കുക. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഈ ഇളനീറിൻ്റെ കാമ്പ് അരച്ച് വെച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് എടുത്തു വെച്ച ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച കോക്കനട്ട് കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ കഴിക്കുമ്പോൾ കോക്കനട്ട് ഇടയ്ക്ക് അതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 3 ഞാവൽപ്പഴം എടുത്തിട്ടുണ്ട്. അതിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത്രയുമാണ് എൻ്റെ പ്രൊസീജിയർ. ഇത് നല്ല മധുരം ഉള്ളതും ചെറിയൊരു പുളിയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് ഒരുമിച്ച് കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാനിങ്ങനെ അതൊന്ന് അരിഞ്ഞ് ചെറുതാക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് അത് നിരത്തി കൊടുക്കുക. ഇതിനും തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഫ്രീസറിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. താഴെ വെച്ചാൽ മതിയാകും. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. വളരെ ഈസിയുമാണ്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് തട്ടി എടുക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. പീസാക്കി എടുക്കാവുന്നതാണ്.
നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.